പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനം പ്ലസ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന, ലോകത്ത് തന്നെ അത്ഭുതങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ച് അത്ഭുതപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമായ മുഹറം 10ാമത്തെ ദിവസം ആഷൂറയിന്റെ ദിവസത്തിലുമാണ് ഞാനും നിങ്ങളുമുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്നും ഇന്നലെ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നമ്മൾ എന്തായാലും പറഞ്ഞു തീർക്കേണ്ട, ചെയ്തു വെക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുകയാണ്. ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളുണ്ട്. അവരൊന്നും ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു ദിക്ർ, ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ അതാണ്. ആ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് കേൾക്കാം. ഓതേണ്ട ആയത്തുകൾ, ഓതേണ്ട സൂറത്തുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എല്ലാം വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ നേരെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ, ബഹുമാന, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 1 മുതൽ ഇന്ന് വരെ, ഇന്ന് മുഹറം 10ാമത്തെ ദിവസമാണ്. ഇന്ന് ആഷൂറയിന്റെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് വരെ നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. പലരൊക്കെ തുടർച്ചയായി നോമ്പ് പിടിച്ചു. ചിലർ ഇന്നലെയും ഇന്നും നോമ്പ് പിടിച്ചവരാണ്. എല്ലാ നോമ്പും നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പുകളും നമ്മൾ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളും, നമ്മുടെ ഖുർആൻ പാരായണം, ദിക്ർ, ഔറാദുകൾ, തസ്ബീഹാത്തുകൾ, സ്വതക്കകൾ, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മുഹറം 11 നാളെയും ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പ് പിടിക്കാം. അതിനും ഒരുപാട് പ്രതിഫലം ഉണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം നാളെ മുഹറം 11 നോമ്പ് പിടിക്കുമ്പോൾ മുഹറം 11ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയത്ത് വെക്കാം. ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോൾ ഉള്ളത് മുഹറം 10ാമത്തെ ദിവസത്തിലാണ്, ആഷൂറയിന്റെ ദിവസത്തിലാണ്. ആ കൂട്ടത്തിൽ പറയട്ടെ, വീണ്ടും ഒരു ഇരട്ടി മധുരമായി നമുക്ക് കിട്ടിയിട്ടുള്ളത് മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനവുമാണ്. വിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളത് മുഹറം മാസത്തിലാണ്. ശഅബാനിലും ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് ശഅബാനിലാണല്ലോ ഉസ്താദെ എന്നൊരാൾ ചോദിച്ചു. അതെ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഒരു ഹദീസ് നബി തങ്ങൾ പറയുന്നത്, ഏത് ഹദീസ്? അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അത് അള്ളാന്റെ മാസമാകുന്ന മുഹറം മാസത്തിലെ നോമ്പിനാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നബി തങ്ങളുടെ വഫാത്തിന് മുമ്പുള്ള ഒരു ടൈമാണ്. ആ വഫാത്ത് അടുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയത്താണ്. ആ സമയത്താണ് നബി തങ്ങൾക്ക് അറിയിക്കപ്പെട്ടത് റമളാൻ കഴിഞ്ഞാൽ നബിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന്. ആ സമയത്താണ് നബി തങ്ങൾക്ക് അറിയിക്കപ്പെട്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം റമളാനിലെ നോമ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഉള്ള മുഹറം മാസത്തിലെ നോമ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ശഅബാനിലെ നോമ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ റജബിലെ നോമ്പ്. അങ്ങനെയാണ് ആ തർത്തീബ് വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്, റാഹത്തിലാവണം. അങ്ങനെ സന്തോഷത്തിലും റാഹത്തിലും ആവാനാണ് ഈ മുഹറം 10ന്റെ നോമ്പ് പിടിക്കാൻ മഹാന്മാരെ നമ്മളോട് പറയുന്നത്. കാരണം ഇന്നത്തെ ദിവസമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തെ പടക്കാൻ തുടങ്ങിയത്. ആകാശത്തെ പടക്കാൻ, ഭൂമിയെ പടക്കാൻ, അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശ്, അതുപോലെ തന്നെ മഴ അല്ലാഹു തആല സൃഷ്ടിച്ചതും ആദ്യമായി മഴ ലോകത്തേക്ക് പെയ്തതും ആ മഴ കൊണ്ട് അല്ലെ സസ്യം ആദ്യമായി മുളച്ചതും, അതുകൊണ്ട് ഈ ദിവസത്തിന് യൗമുസ്സീന അല്ലെ ഭംഗിയുള്ള ദിവസം, അതുപോലെ സ്വർഗത്തെ സൃഷ്ടിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൂമി ലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചത് ഈ മുഹറം 10ന്റെ ദിവസത്തിലാണ്. ഇതൊക്കെ ഗസാലി ഇമാം തങ്ങൾ പറയുന്നതാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്,
അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിലാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഒരുപാട് സ്ഥാനം കൊടുത്തത്. ഇബ്രാഹിം നബിയുടെ ജനനവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദ് വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടതും, യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും, യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായതും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും 16 ലക്ഷം വരുന്ന ഇസ്രായേലിലും ചെങ്കടൽ കടന്നതും, ഫിർഔനിനെയും 6 ലക്ഷം പട്ടാളക്കാരെയും അല്ലാഹു തആല മുക്കിക്കൊന്നതും, അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതും, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം മാറിയതും, ഈസാ നബി അല്ലാഹു തആല ഉയർത്തിയതും, നഷ്ടപ്പെട്ട രാജാധികാരം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തതും, ഇങ്ങനെ ധാരാളം 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 പ്രവാചകന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല കൊടുത്ത ഒരു ദിവസമാണ് മുഹറം 10. ഈ മുഹറം 10-ന് ആഷൂറ എന്ന് പേര് വരാൻ ഒരുപാട് കാരണമുണ്ട്. ഒന്ന്, അറബിയിൽ നമ്മൾ 1 മുതൽ എണ്ണിയാൽ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, തമാനിയ, തിസ്, ആഷറ. അപ്പൊ 10ാമത്തെ ദിവസം എന്ന ആ ഒരു രൂപത്തിൽ ആഷൂറ 10ാമത്തെ ദിവസം എന്ന് പേര് വെക്കപ്പെട്ടു. അതല്ല, 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 പ്രത്യേകത കൊടുത്തു, 10 വിജയങ്ങൾ കൊടുത്തു, 10 സന്തോഷങ്ങൾ കൊടുത്തു. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. അതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് 10 കാര്യങ്ങൾ സൃഷ്ടിച്ചത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് ഈ ദിവസത്തിന് ആഷൂറ എന്ന പേര് വന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയൊക്കെ മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, ഈ നോമ്പിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്താണ്? അല്ലാഹു തആല ഒരു വർഷത്തെ പാപം അല്ലാഹു പൊറുക്കും. അത് കഴിഞ്ഞുപോയ വർഷമാവാം, വരാനിരിക്കുന്ന വർഷമാവാം, എങ്ങനെയാണെന്നറിയില്ല. അല്ലാഹു തആല ഒരു വർഷത്തെ പാപം പുറത്തു തരും. അതല്ല, 60 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്നാൻ, 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്നാൻ, അവന്റെ ചെറുപാപങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അതൊക്കെ അല്ലാഹു തആല. ഇങ്ങനെ ഇന്നത്തെ നോമ്പിന് ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉപ്പമാരെ, സഹോദരന്മാരെ, നേരത്തെ പള്ളിയിലേക്ക് പോവുക. നല്ല കുളിച്ച് ഫ്രഷായി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നേരത്തെ പള്ളിയിലേക്ക് പോവുക. ഇന്നിപ്പോൾ ഗവൺമെന്റ് അവധി കൂടിയാണ്. അപ്പൊ കടകളൊക്കെ നമുക്ക് അടക്കാൻ പറ്റിയാൽ അതാ നല്ലത്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നേരത്തെ പള്ളിയിലേക്ക് പോവുക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, മറ്റൊരുപാട് സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് ഓതാം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ഇതൊക്കെയാണ് ഇന്നത്തെ പകലിൽ, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നമ്മൾ ഓതി തീർക്കേണ്ടത്. അത് ഓതുക, ഒരുപാട് വട്ടം ഓതുക, 70 വട്ടം കുറഞ്ഞത് ഓതുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയെ ധാരാളമായിട്ട് പാരായണം ചെയ്യുക. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കലിമത്താണ്, വാക്കാണ്. ഇത് ഇന്നത്തെ ദിവസം ചുരുങ്ങിയത് 70 വട്ടമെങ്കിലും പറയുക. പിന്നെയോ സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാമല്ലോ, അതല്ലാത്ത സ്വലാത്തും അറിയാം. പറ്റുമെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ ധാരാളമായിട്ട് പറയുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസം, സ്വലാത്തുകളുടെ നേതാവ് ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പൊ ഇന്നത്തെ ദിവസം ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ സ്വലാത്താൻ. ഇന്നും നമ്മൾ നോമ്പുകാരാണ്. അതുകൊണ്ട് നോമ്പുകാരന്റെ ദുആയും വെള്ളിയാഴ്ച ദിവസത്തിലെ ദുആയും അതുപോലെ തന്നെ മുഹറം 10ന്റെ ദുആയും അല്ലാഹു സ്വീകരിക്കുമെന്നാണല്ലോ. അപ്പൊ ഇന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആ എന്തായാലും അല്ലാഹു തആല കബൂൽ ചെയ്യും. അതുകൊണ്ട് നല്ലവണ്ണം ദുആരക്കണേ. ഉമ്മമാരെ, ഇന്ന് നേരത്തെ ഒന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ച്, രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ നിസ്കാരപ്പായിലേക്ക് പോവുക. സൂറത്തുൽ കഹ്ഫ് ഓതണേ, സ്വലാത്തുകൾ ധാരാളമായിട്ട് പറയണേ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ യാസീൻ ഓതണേ. വാപ്പ, ഉമ്മ, ഭാര്യ, അതുപോലെ ഭർത്താവ്, മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്ക് വേണ്ടി യാസീൻ ഓതി, അവർക്ക് വേണ്ടി മറ്റു സൂറത്തുകൾ ഓതി. സൂറത്തുൽ മുൽക്ക്, മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമുക്ക് ഓതാൻ പറ്റുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ധാരാളമായിട്ട് ഓതിയിട്ട് അവർക്ക് ദുആ ചെയ്താൽ അത് കബറാളികൾക്ക് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റാണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇന്ന് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരെ, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവരുതേ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ഒരു 10 രൂപയെങ്കിലും നമ്മൾ പോക്കറ്റിൽ കരുതുക. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും, സ്വതക്ക കൊടുക്കാൻ മറന്നു പോവരുതേ, അല്ലേ?
നാം സ്വതക്ക കൊടുക്കുന്നത് കണ്ട് മലക്കുകൾ സന്തോഷിക്കും. അങ്ങനെ നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മലക്കുകൾ അള്ളാഹിനോട് പറയും, അല്ലാഹുവേ ഇവനെ നീ സന്തോഷിപ്പിക്കണം. കാരണം ഇവന്റെ പ്രയാസമുണ്ടായ സമയത്തും ഇവന്റെ സന്തോഷമുണ്ടായ സമയത്തും ഇവൻ മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തതാണ്, അതുകൊണ്ട് ഇപ്പൊ അവൻ പ്രയാസത്തിലാണ്, ഇവനെ നീ സഹായിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആരക്കുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കുടുംബത്തിൽ വിശാലത ചെയ്യണേ. അങ്ങനെ ചെയ്താൽ ഇനിയുള്ള മാസങ്ങളിൽ അള്ളാഹു നമുക്ക് വിശാലത ചെയ്യുന്നതാണ്. ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ ബിരിയാണിയോ അൽഫാമോ മന്തിയോ കപ്സയോ മജ്ബൂസോ നെയ്ച്ചോറോ തേങ്ങാച്ചോറോ പത്തിരിയോ ഷവർമയോ എന്താണോ വേണ്ടത് നമ്മുടെ മക്കളോട് ചോദിക്കുക. മക്കൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. കുടുംബത്തിൽ ഒരു വിശാലത ചെയ്യുക. ഇന്നത്തെ ദിവസം നോമ്പ് തുറപ്പിക്കുക. നമ്മുടെ പള്ളിയിൽ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിയിൽ നോമ്പ് തുറ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വകയായിട്ട് കുറച്ച് അപ്പം ഉണ്ടാക്കിയിട്ട്, ഈ അപ്പം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ പല പേരുകളുണ്ട്, അപ്പം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഷ്ണിച്ച് അത് നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, ഒരു കുറച്ച് പായസം ഉണ്ടാക്കിയോ തരിക്കഞ്ഞി ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ എന്താണ് എന്താ ഈ പത്തിരിയോ ഇറച്ചിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഈത്തപ്പഴമോ എന്താണോ നമ്മളെ കൊണ്ട് പറ്റുക. നമ്മുടെ തൊട്ടടുത്തൊരു നിസ്കാര പള്ളി ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ നോമ്പ് തുറക്കാൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദ് ഉണ്ടാവുമല്ലോ, ആ മുക്കറി ഉസ്താദ് ഉണ്ടാവുമല്ലോ, അവർക്കെങ്കിലും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലൊക്കെ നോമ്പുകാരായിട്ട് ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒരാളെങ്കിലും വിളിച്ചിട്ട് വീട്ടിൽ നോമ്പ് തുറ വെച്ചാൽ അതിന് ഭയങ്കര പ്രതിഫലമാണ്. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നല്ലവണ്ണം സ്വലാത്തുകൾ പറയണേ. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായിട്ട് പറഞ്ഞ് ഇന്നത്തെ നോമ്പ് തുറക്കും മുമ്പ് നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിച്ച് ദുആരക്കണേ. ഇന്ന് ഒരു 5 ദുആ മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ 5 ദുആ എന്തായാലും മസ്റ്റായി നമ്മൾ ചെയ്തിരിക്കണേ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ചുരുങ്ങിയത് 70 വട്ടം പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഈ ഒരു ഇസ്തിഗ്ഫാർ ചുരുങ്ങിയത് 70 വട്ടം പറയണേ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 70 വട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റുമോ അത്ര പ്രാവശ്യം പറയുക. നല്ലവണ്ണം സ്വതക്ക കൊടുക്കുക, നല്ലവണ്ണം ദുആരക്കുക, തൗബ ചെയ്യുക. അല്ലാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. തൗബ ചെയ്യുക. കുടുംബക്കാരോട് സ്നേഹത്തോടെ പെരുമാറുക, പിണക്കങ്ങൾ മാറ്റുക. പിണക്കം വഴക്കൊക്കെയാണ് ഇപ്പോഴുമെങ്കിൽ നമ്മുടെ ഈ ദിക്റും സ്വലാത്തും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ പിണക്കങ്ങളൊക്കെ വഴക്കുകളൊക്കെ മാറ്റുക. 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി വഴക്കിട്ടൊന്നും കഴിയാൻ പാടില്ലെന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസം അല്ലാഹുവേ എത്രയോ പ്രതിഫലങ്ങളാണ് നമുക്ക് നേടാനുള്ളത്. മുൻഗാമികളായ ആളുകളൊക്കെ, മുൻകാല പ്രവാചകന്മാരൊക്കെ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിച്ചിരുന്നൊരു ദിവസമാണ് മുഹറം 10 ദിവസം എന്നാണ്. അന്നത്തെ ദിവസം നോമ്പ് പിടിക്കൽ മുൻകാല സമുദായങ്ങൾക്കൊക്കെ നിർബന്ധമായിരുന്നു എന്ന് പോലുമുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്കകാലത്തിൽ പോലും നിർബന്ധമായിരുന്നു. പിന്നീട് അത് സുന്നത്തായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്നപ്പോഴും മദീനയിലായിരുന്നപ്പോഴും മുടക്കാതെ പിടിച്ചിരുന്ന നോമ്പാണ് മുഹറം മാസത്തിലെ ഇന്നത്തെ നോമ്പ്. അപ്പോൾ ഇന്ന് നോമ്പുള്ളവർ അൽഹംദുലില്ലാഹ് നല്ലവണ്ണം അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന, നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയൊന്നും ചെയ്യരുത്. അതായത് പരദൂഷണം, മേഷണി അതൊന്നും പറഞ്ഞു നടക്കരുത്. പിന്നെ ഹറാമായ കാഴ്ചകൾ, ഹറാമായ കേൾവികൾ അതൊക്കെ മാറ്റിവെക്കുക. അത് നാളെ ഇൻഷാ അല്ലാഹ് മുഹറം 11 നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. ഇന്നിപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാരും ഒരുപാട് സഹോദരിമാരൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ സഹോദരന്മാരും ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുക, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം, വരുന്ന വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ നിങ്ങൾ നോമ്പ് പിടിക്കാം. നോമ്പ് പിടിക്കുന്ന സമയത്ത് മുഹറം 10 ദിവസം എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല പടച്ചോനെ, അതുകൊണ്ട് മുഹറം 10 നോമ്പ് ഞാൻ ഈ നോമ്പിൻ്റെ കൂടെ, ഇന്നത്തെ നോമ്പിൻ്റെ കൂടെ ഞാൻ പിടിക്കുകയാണ് എന്ന നിയത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ നോമ്പിൻ്റെ കൂടെ ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലവും കിട്ടുന്നതാണ്. അപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ നിയത്ത് വെക്കാം, വിഷമിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ പറയുക. സഹോദരന്മാർ, നിസ്കാരമില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുക, ധാരാളം ഇസ്തിഗ്ഫാർ പറയുക. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് ഭയങ്കര എഫക്റ്റീവായൊരു ദിക്റാണ്. രോഗികൾ എന്തായാലും ഈ ദിക്ർ പറയണമെന്നാണ്. രോഗത്തിൽ കഴിയുന്നവരുണ്ടല്ലോ,
അറ്റാക്ക് വന്നവർ, ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, BP ഉള്ളവർ എല്ലാവരും ഇത് പറയണം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ 40 പ്രാവശ്യം പറയണം. ഒരു ദിവസം 40 പ്രാവശ്യം, ചുരുങ്ങിയത് 40 പ്രാവശ്യം. അവൻ രോഗിയായ സമയത്താണ് ഇത് പറയുന്നതെങ്കിൽ അവൻ്റെ രോഗം മാറുന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല അവൻ്റെ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ഇനിയോ അവൻ രോഗി ആയിരുന്നു, രോഗമൊക്കെ മാറി എന്ന് വിചാരിക്കുക, എങ്കിൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇനിയോ ആ രോഗത്തിൽ അവൻ മരണപ്പെട്ടു പോയാൽ ശുഹദാഇന്റെ പ്രതിഫലമാണ് ഈ ദിക്ർ അവൻ പറഞ്ഞതിൻ്റെ പേരിൽ, ഈ തസ്ബീഹ് അവൻ പറഞ്ഞതിൻ്റെ പേരിൽ, ഈ കലിമത്ത് അവൻ പറഞ്ഞതിൻ്റെ പേരിൽ, ഈ ഇസ്തിഗ്ഫാർ അവൻ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് അതൊരു ദുആയാണ്, ദിക്റാണ്, തസ്ബീഹാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്, ഖുർആൻ ആയത്താണ്. ഏത് ഗണത്തിൽ പെടുത്താൻ പറ്റും. നല്ലവണ്ണം ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പിന്നെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു രോഗിയായ ആളെ സന്ദർശിക്കാൻ പോവാൻ പറ്റിയാൽ ഭയങ്കര കൂലി കിട്ടും, ഭയങ്കര കൂലി കിട്ടും. നമ്മുടെ കൂട്ടത്തിലേക്ക് രോഗികളായ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, നമ്മൾ വല്ലുമായോ വല്ലുപ്പായോ ആരെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് സന്ദർശിക്കുക. അതൊക്കെ എന്തെങ്കിലും ചെറിയൊരു 500 രൂപ കൊടുക്കുക, ഒരു ഹദിയ കൊടുക്കുക. ഭയങ്കര കൂലിയാണ്, ഭയങ്കര കൂലിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആദാബുകൾ, മര്യാദകളൊക്കെ പാലിക്കുക. നേരത്തെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക, ഉമ്മമാർ നേരത്തെ നിസ്കാര പായിലേക്ക് വതുക. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ ളുഹർ 4 റക്അത്ത് നമസ്കരിക്കുക, ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, സ്വലാത്തുകൾ പറയുക, ഇസ്തിഗ്ഫാർ പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരെയും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇന്നലെയും നമ്മൾ എന്നൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടോ എല്ലാ നോമ്പും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ഇന്നലത്തെ ദിക്റിൻ്റെ മജ്ലിസിൽ, അതുപോലെ തന്നെ മിനിഞ്ഞാന്നത്തെ ദിക്റിൻ്റെ മജ്ലിസിൽ, ഇന്നലത്തെ രാവിലത്തെ നമ്മുടെ വീഡിയോക്ക് താഴെ, ഇന്നത്തെ രാവിലത്തെ വീഡിയോക്ക് താഴെ ഒക്കെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും, രോഗങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തരട്ടെ. നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും അല്ലാഹു തആല തട്ടിക്കളയട്ടെ. അവരൊക്കെ അവരുടെ ശർറിനെ തൊട്ട് അല്ലാഹു തആല നമ്മളെ തട്ടിമാറ്റട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയ ബൃഹത്തായ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെയൊന്നും ഉൾക്കൊള്ളിക്കാൻ മറന്നു പോവേണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരുടെയും ദുആ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.